ഇന്ന് രാവിലെ കണ്ണും തിരുമ്മി എണീക്കുമ്പോൾ അനീഷിനെ കാണുന്നില്ല. അനീഷ് ബിഗ് ബോസ് ഹൗസിലില്ല. 2-3 ദിവസമായിട്ട് അനീഷിന്റെ ശബ്ദമൊന്നും ഇല്ല എന്ന് പറയണമെന്ന് കരുതി വന്ന ഞാനാണ്. പക്ഷേ അനുമോളുടെ ആ ഒരു 2 ദിവസത്തെ ആക്റ്റീവ്നെസ് ഒക്കെ കണ്ടിട്ട് ഉറങ്ങിയിരുന്ന നമ്മുടെ അനീഷ് ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അനീഷിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് നമുക്ക് അടുത്ത വരുന്ന ഒരു വീഡിയോയിൽ പറയാം. ഇപ്പോൾ ലൈവ് അപ്ഡേറ്റിൽ രാവിലത്തെ അടുക്കള അടിയെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെയും അനുമോളെ ടാർഗറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അറിയാണ്ട് എല്ലാവരും അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നതാണോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. രാവിലെ ലൈവില് ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ നമ്മുടെ നൂറ, ആദില, ശൈത്യ ഇവര് 3 പേരും ആരെയൊക്കെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് കുശുകുശുക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര വിദഗ്ധമായിട്ട് മൈക്കിൽ നിന്ന് ഒളിപ്പിച്ച് അവർ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതെനിക്ക് മനസ്സിലായിട്ടില്ല. അത് കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ആരെ കുറിച്ചാണെന്നൊക്കെ ഒന്ന് കമന്റിൽ പറയാം. പിന്നെ നമ്മുടെ കോഫി പൗഡർ കഴിഞ്ഞ ആ ഒരു പണിപ്പുര ടാസ്കിൽ കിട്ടിയ അന്ന് തൊട്ടേ അത് ജിസയിൽ അടിച്ചു മാറ്റി, ജിസയിൽ മാറ്റി വെച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഇന്ന് രാവിലെ നെവിൻ ഈ കോഫി എടുത്ത് മുകളിൽ, അനുമോൾക്ക് കൈ എത്താത്ത മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് രാവിലെ കണ്ട അനുമോള് പറഞ്ഞു, അതെന്താ അവിടെ വെച്ചേക്കുന്നത്, അത് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ എന്ന രീതിയിൽ ഒരു പ്രശ്നം അവിടെ ഉണ്ടാക്കി. അനുമോള് ചോദിച്ചത് കുറച്ച് സീരിയസ് ആയിട്ടാണ്, ഷൗട്ട് ചെയ്തിട്ടാണെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷെ കുറച്ചൊരു ഹാർഷായിട്ടാണ് ചോദിച്ചത്. അത് വഴക്കാക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചതല്ല. നിങ്ങൾക്ക് എന്താ അത് അറിയത്തില്ല, അത് അവിടെ വെച്ചിരുന്നാൽ പിന്നെ ആർക്കെങ്കിലും എടുക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് ചോദിച്ചത്. മാക്സിമം അനുമോൾ ട്രൈ ചെയ്യുന്നുണ്ട് ഒന്ന് സ്ലോ ആകാൻ. പക്ഷേ അനുമോൾ ഓൾറെഡി 2-3 ദിവസമായിട്ട് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവായിട്ട് ഇരിക്കുന്നത് കൊണ്ട് ഒട്ടും അങ്ങോട്ട് ലോ ആകാൻ പറ്റുന്നില്ല. അപ്പൊ നെവിൻ ആണെങ്കിൽ ജിസേലിനെ അനുമോൾ ടാർഗറ്റ് ചെയ്തതിന്റെ അന്ന് തൊട്ടേ നെവിന് അനുമോളെ തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ നെവിൻ തുടങ്ങിയ ആ വഴക്കാണ് പിന്നങ്ങോട്ട് എല്ലാവരും ഏറ്റുപിടിച്ചത്. നെവിൻ ഈ ഒരു ഒറ്റ കാര്യത്തിന്റെ പേരിൽ അനുമോളോട് അത് പറഞ്ഞാൽ പോരെ, അത് അങ്ങനെ ഞാൻ ഇവിടെ തന്നെ വെക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ആ പറയുന്ന കോഫി പൗഡർ മുകളിൽ വെച്ചിട്ട് പോയി. അനീഷ് ആ ഒരു സ്പേസിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അനീഷേട്ട അത് എടുത്തു തരാനായിട്ട് അനുമോള് പറയുന്നുണ്ട്. അത് അനീഷ് എടുത്തു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അഭി വന്നിട്ട് അനുമോളോട് ചോദിക്കുന്നുണ്ട്, നീ ഇതെന്തിന് ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ല, അത് മാന്യമായിട്ട് അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ എന്ന്. ഒരു കാര്യമില്ലാതെ അഭി എന്നിട്ട് അനുമോളോട് കേടി തട്ടിക്കയറുകയാണ്. അപ്പൊ അനുമോള് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് ആരെയും സുഖിപ്പിച്ച് സംസാരിക്കാനൊന്നും അറിയത്തില്ല, ഞാൻ ഇങ്ങനെ സംസാരിക്കൂ, ഇതാണ് എൻ്റെ രീതി എന്നുള്ള രീതിയിൽ അനുമോള് പറഞ്ഞപ്പോൾ ആ ഒരൊറ്റ കാര്യത്തിന് അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ അഭി ഉടനെ റെസ്പെക്ട് കൊടുക്കണോ, ചുമ്മാ എങ്ങനെയാണെന്ന് സംസാരിക്കാൻ തുടങ്ങരുത്, നീ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സംസാരിക്കാൻ എനിക്കറിയാം, പിന്നെ ആ വലിയ മനുഷ്യൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി നടക്കുന്നത്, മിണ്ടാതെ നടക്കുന്നത് എന്നൊക്കെയാണ് അഭി പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അഭിക്ക് ശരിക്കും ആ ഒരാഴ്ച കുറച്ചധികം ബഹളമൊക്കെ വെച്ചപ്പോഴത്തേക്കും കൺഫ്യൂഷനായി. അത് ഇന്നലെ കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിച്ച് അഭിയുമായിട്ട് സംസാരിക്കുമ്പോൾ അഭി പറയുന്നുണ്ട്, ആകെ ഒരു കൺഫ്യൂഷനായി, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാം. ഒരു നന്മമരം കളിയാണ് ഇപ്പോൾ അഭി അവിടെ കളിക്കുന്നത്. ഒരു കാര്യവും പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഗെയിം ഒന്നും അഭി ഇപ്പൊ കളിക്കുന്നൊന്നും ഇല്ല. അപ്പൊ എഗെയിൻ ഇന്നത്തെ ദിവസം അഭി തീരുമാനിച്ചിരിക്കുകയാണ് അടി ഉണ്ടാക്കും എന്ന്. പിന്നെ അഭി നേരെ പോയി അനീഷുമായിട്ട് അടിയായി. കാരണം അനീഷ് ഇപ്പൊ അനുമോളെ സപ്പോർട്ട് ചെയ്യാണ്. ഇന്നലെ ഏറ്റവും കൂടുതൽ കിച്ചണിൽ നിന്നത് അനുമോളാണ്. അപ്പൊ അനുമോൾക്ക് അതിൻ്റെതായ ഒരു സ്പേസ് കൊടുക്കണം. പിന്നെ അനുമോൾക്ക് നീളമില്ലാത്ത ഒരാൾക്ക് ഇത്രയും ഹൈറ്റിൽ നിന്ന് കോഫി പൗഡർ എടുക്കാൻ സാധിക്കില്ല. ഇങ്ങനെ അനീഷ് എല്ലാം ഇങ്ങനെ ഓരോന്ന് തൊട്ട് പറയുകയാണ്, ഇതുകൊണ്ടാണ് അങ്ങനെയാണ് എന്നൊക്കെ. അപ്പൊ ഇതിന്റെ ഇടയിലേക്ക് അക്ബർ ചാടിക്കേറി വരുന്നുണ്ട്. അക്ബർ പറയുന്നതെന്ന് വെച്ചാൽ, ഇവിടെ ഈ നടന്നതല്ല ഇവിടുത്തെ പ്രശ്നം, പകരം അനുമോളുടെ സംസാരം ഇവിടെ വലിയ പ്രശ്നമാണ്. ഉടനെ അത് അനീഷ് ഏറ്റുപിടിച്ച്. അനീഷ് പറയുന്നതെന്ന് വെച്ചാൽ, അനുമോളുടെ സംസാരത്തിൽ ഒരു പ്രശ്നവും ഇല്ല, നിങ്ങളെല്ലാവരും കൂടെ പാർഷ്യാലിറ്റി കാണിക്കുന്നു, നിങ്ങളെല്ലാവരും കൂടിയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് അനീഷ് പറഞ്ഞ് അനുമോൾക്ക് നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് നിൽക്കുകയാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ അനുമോളുടെ സംസാര രീതി ശരിയല്ല എന്ന് അക്ബർ പറയാൻ, അക്ബറിന്റെ സംസാര രീതി എന്തുവാ, ഏത് നേരവും അക്ബർ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ കൊണച്ച വർത്തമാനം നിർത്തണം, അത് ചെയ്യരുത്, ഇമാതിരിയുള്ള വേർഡ്സുകൾ മാത്രമേ അക്ബറും പറയാറുള്ളൂ. അതുകൊണ്ട് ഈ ദേഷ്യം വരുമ്പോൾ പറയുന്ന വാക്കുകൾ വെച്ചിട്ട് ബിഗ് ബോസ് ഹൗസിലുള്ള ഒരു മത്സരാർത്ഥിയെ പോലും ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല എന്നെനിക്ക് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. ഇന്നും ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. അത് അവർ സംസാരിക്കുമ്പോൾ അവർ ആ ഒരു ഒറ്റ വീട്ടിലെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്. അവർ കാണുന്നതെല്ലാം ആ സെയിം മുഖങ്ങളാണ്. അപ്പോൾ അവരുടെ ഉള്ളിൽ കിടക്കുന്ന എല്ലാ വൃത്തികെട്ട വാക്കുകളും പുറത്തു വരും. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഇടയിൽ ജിസേലും കൂടെ കയറി വരുന്നുണ്ട്. കാരണം ജിസേലിന് ഈ കോഫി പൗഡറുമായിട്ട് ബന്ധമുണ്ട്. ജിസേൽ ഇതെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ജിസേലിന്റെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ഈ മലയാളികൾക്കൊപ്പം നിൽക്കാനൊന്നും കഴിയില്ല, അങ്ങനെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടെന്ന് ആര്യൻ അന്ന് ലാലേട്ടന്റെ മുന്നിൽ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഈ ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാ ആണുങ്ങളും ജിസേലിന് ഒരു പ്രത്യേക പദവിയൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഫുഡ് എടുക്കാനാണെങ്കിലും അടുക്കളയിൽ കയറാനാണെങ്കിലും അത് അപ്പാനെ ഉൾപ്പെടെ എല്ലാവരും ചെയ്യുന്നുണ്ട്. അത്
അതാണ് ഈ അനുമോൾ പൊളിച്ചെടുക്കാൻ നോക്കുന്നത്. പക്ഷേ അതിൻ്റെ പേരിലാണ് എല്ലാവരും അനുമോളെ ഒറ്റപ്പെടുത്തുന്നത്. അപ്പോൾ ഏതായാലും ശരി, നെവിനും അനുമോളും തുടങ്ങിയ അടിയും വഴക്കും ശരിക്കും അവരിൽ നിന്ന് ഏറ്റുപിടിച്ച് അനീഷും അതുപോലെ അബി, അക്ബർ, ജിസേൽ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് അതങ്ങോട്ട് ഏറ്റുപിടിച്ച് വെച്ചിരിക്കുകയാണ്. ഏതായാലും എനിക്ക് ഇന്നത്തെ ദിവസം നമുക്ക് അനീഷ് കുറച്ചൊന്ന് ഓണായി എന്നുള്ളൊരു സന്തോഷമുണ്ട്. നമുക്ക് നോക്കാം ഇന്ന് എവിടം വരെ ഈ അടിയൊക്കെ കൊണ്ടുപോകുമെന്ന്. അപ്പോൾ രാവിലെ അടുക്കളയിൽ അടി പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.